കോർപ്പറേഷന്റെ നേർക്ക് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? കോർപ്പറേഷൻ. അനുഭവിച്ചോളിൻ എന്നുള്ള ഡയലോഗ് കൂടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അനുഭവിച്ചോളി. BJPക്ക് വോട്ട് ചെയ്ത ആളുകളൊക്കെ എങ്ങനെ അനുഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അനുഭവിക്കും. എൻ്റെ സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് 2 പ്രശ്നമാണത്രേ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചൂട് പിടിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വേസ്റ്റ് മാനേജ്മെന്റ്. തിരുവനന്തപുരത്തിലെ മുക്കിലും മൂലയിലും വേസ്റ്റ് നിറയുന്നു. അത് കൃത്യമായിട്ടും അത് ക്ലീൻ ചെയ്യാനും മറ്റും ആളുകളില്ല എന്നുള്ളതാണ് ഇപ്പോഴവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ആളുകളില്ല എന്ന് മാത്രമല്ല, ഉള്ള ആൾക്കാരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ അവിടെ ഇപ്പം ഭരിക്കുന്ന BJPക്ക് സാധിക്കുന്നില്ല. VV രാജേഷ് ചേട്ടന് സാധിക്കുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം കുടിവെള്ളം. വെള്ളമില്ലാത്തതിന് സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഭരിക്കുന്ന പഞ്ചായത്തിൽ പോയിട്ടല്ലേ സമരം ചെയ്യുക, മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടല്ലേ സമരം ചെയ്യുക, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. എന്തായാലും അല്ലെങ്കിൽ കോർപ്പറേഷനിൽ പോയിട്ടല്ലേ സമരം ചെയ്യുക. അവിടെ കോർപ്പറേഷനാണ്, ആ കോർപ്പറേഷൻ ഭരിക്കുന്നവട്ടെ BJP ആണ്. ആ VV രാജേഷിന്റെ മുമ്പിൽ പോയിട്ട് തന്നെയാണ് അവിടെ വെള്ളമില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഷയം അവിടുത്തെ ജനങ്ങൾ അവതരിപ്പിച്ചത്. അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അതിന് അദ്ദേഹം പറയുന്ന ഉത്തരം സത്യം പറയാലോ ഞെട്ടിപ്പോകുന്നതാണ്. കുടിവെള്ള പ്രശ്നം കോർപ്പറേഷന്റെ നേർക്ക് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? കോർപ്പറേഷനാണ്. പിന്നെ കോർപ്പറേഷൻ ചോദിക്കുന്നത് കുടിവെള്ളത്തിന് ചോദിക്കരുതെന്ന് പറയുന്നില്ല. എന്തൊരു വ്യത്യാസമല്ലേ. അപ്പൊ വാട്ടർ അതോറിറ്റി അല്ലേ അതിന്റെ അതോറിറ്റി? അതിനല്ലേ ഒരു മന്ത്രാലയം ഉള്ളത്. വാട്ടർ അതോറിറ്റി എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ഞങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്നത് എന്താണ്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ജനങ്ങളുമായി ഏറ്റവും അടുത്തിരിക്കുന്ന സ്ഥാപനം എന്നുള്ളത് ജനങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടിലും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇടപെടേണ്ട പ്രസ്ഥാനമാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്താ ചെയ്യാൻ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് പോലും എനിക്ക് ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇദ്ദേഹം പറയുന്ന ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ മുതൽ ഈ കോർപ്പറേഷന് കീഴിലെ ഏതെങ്കിലും ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ മരുന്നും മറ്റുമില്ലെങ്കിൽ കോർപ്പറേഷൻ പോയി പറയാൻ പാടില്ല. ആ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് നമ്മൾ പറയണം എന്താ മരുന്നില്ലാത്ത എന്ന്. അവിടെ തന്നെ നമ്മൾ പരാതി കൊടുക്കണം. മനസ്സിലായില്ലേ? കാരണം അവരാണല്ലോ മരുന്നൊക്കെ തരുന്നത്. ഇനിയിപ്പോൾ വെള്ളമില്ലെങ്കിൽ കോർപ്പറേഷൻ പറയരുത്, വാട്ടർ അതോറിറ്റി പോയി തന്നെ ചോദിക്കണം. മനസ്സിലല്ലേ? ഒരു പരാതി പോലും കോർപ്പറേഷനോട് പറയാൻ പാടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലത്തെ ആൾക്കാർ മൂഞ്ചി, 100% മൂഞ്ചി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ഒരു പരാതിയുമായിട്ട് പോലും ഇവരെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ ഇമ്മാതിരി ഉഡായിപ്പ് ലോജിക്കുകളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുക. കഴിവില്ലാത്ത ആളുകളൊക്കെ ഇത്തരം സ്ഥാനങ്ങളൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് ഇപ്പോഴെങ്കിലും കുറച്ച് ആളുകൾക്കെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം. ബൈ.